ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഞാനിന്നൊരു പെൺകുട്ടിയുടെ കഥയായിട്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഈ കഥ കേൾക്കുന്നതിനോടൊപ്പം നിങ്ങൾ നന്നായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക. നമ്മൾ ഈ സിനിമയൊക്കെ കാണുമ്പോൾ സീൻസ് നന്നായി ഓർത്ത് വെക്കുന്നത് വിഷ്വലൈസ് ചെയ്യുന്നത് കൊണ്ടല്ലേ. അപ്പോൾ ഈ കാണുന്നതിന് വലിയൊരു ഇമ്പാക്റ്റ് കൊടുക്കാൻ പറ്റും നമ്മുടെ ബ്രെയിനിന്. അപ്പോൾ പറയട്ടെ ഞാൻ കഥ. എൻ്റെ കഥയിലുള്ള പെൺകുട്ടി ഒരു 14 വയസ്സുള്ള കുട്ടിയാണ്. കുട്ടിയുടെ പേര് സവിജോ എന്നാണ്. ഒരു വെറൈറ്റി പേര് പിടിക്കാമെന്ന് കരുതി. അപ്പോൾ വെറൈറ്റി പേരായതുകൊണ്ട് തന്നെ എയോട് ഒരു വെറൈറ്റി കുട്ടിയെ തരാൻ പറഞ്ഞതാണ്. ഇത് വല്ലാണ്ട് വെറൈറ്റി ആയിപ്പോയില്ലേ. ഇതാണ് നമ്മുടെ സവിജോ. അപ്പോൾ സവിജോയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവളുടെ കയ്യിൽ ആ കാണുന്ന നല്ല ഭംഗിയുള്ള തൊപ്പിയാണ്. അപ്പോൾ സവിജോയുടെ തൊപ്പിയാണ് മെയിൻ അട്രാക്ഷൻ. അപ്പോൾ ഈ തൊപ്പി നോക്കിയേ, ഈ തൊപ്പി ഇവളുടെ കൂടെ നിൽക്കുന്നൊരു കുട്ടി എടുക്കുന്നതാണ് ആ കാണുന്നത്. അപ്പോൾ തൊപ്പി എടുത്ത കുട്ടിയുടെ പേര് സ്വാതി എന്നാണ് കേട്ടോ. അപ്പോൾ സവിജോയുടെ തൊപ്പി സ്വാതി എടുക്കുകയാണ്. സ്വാതി എടുത്തിട്ട് എന്താ ചെയ്യുന്നത് നോക്കിയേ. അവളുടെ ഫ്രണ്ടിലൊരു കൂറ്റൻ ജീവിയെ കാണാം അല്ലേ. എന്ത് ജീവിയാണെന്ന് മനസ്സിലാവുന്നില്ല, ഒരു കൂറ്റൻ ജീവിയുണ്ട്. അപ്പോൾ സവിജോയുടെ തൊപ്പി സ്വാതി എന്ന് പറഞ്ഞിട്ട് കുട്ടി എടുത്തിട്ട് അവളുടെ മുമ്പ് കാണുന്ന കൂറ്റൻ ജീവിക്ക് കൊടുക്കുകയാണ് അല്ലേ. സവിജോയുടെ തൊപ്പിയല്ലേ മെയിൻ അട്രാക്ഷൻ, അതാണ് സ്വാതി എടുത്ത് കൂറ്റൻ ജീവിക്ക് കൊടുത്തേക്കുന്നത്. അപ്പം നോക്കിയേ അത് കൊടുക്കുന്ന സമയത്ത് 21A ക്ലാസ്സിലെ വിദ്യ എന്ന് പറഞ്ഞൊരു കുട്ടി അതാ തടയാണ് അല്ലേ, തടയാൻ നോക്കുകയാണ്. അങ്ങനെ കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് തടയാൻ നോക്കുന്നതാണ് കാണുന്നത് അടുത്ത സീനിൽ അല്ലേ. അപ്പം നമ്മളെന്താ കണ്ടത്, സവിജോയുടെ തൊപ്പി സ്വാതി എടുത്ത് ഒരു കൂറ്റൻ ജീവിക്ക് കൊടുക്കുന്നത് കണ്ടു. അത് കണ്ടു നിൽക്കുന്ന 21A ക്ലാസ്സിലെ വിദ്യ അത് തടഞ്ഞു അല്ലേ. സവിജോയുടെ തൊപ്പി സ്വാതി കൂറ്റൻ ജീവിക്ക് കൊടുക്കുന്നത് 21A ക്ലാസ്സിലെ വിദ്യ തടഞ്ഞു. എന്നിട്ട് വിദ്യ എന്താ പറഞ്ഞത്, തടഞ്ഞ് വിദ്യ പറയാണ്, മനുക്കുട്ടി വരുന്നുണ്ട്. നല്ല അടിപൊളി ഒരാളാണ് അല്ലേ മനുക്കുട്ടി. പേര് കുറച്ച് കൊഞ്ചലുള്ള പേരാണെങ്കിലും ആൾ അടിപൊളിയാണ് അല്ലേ. മനുക്കുട്ടി വരുന്നുണ്ട്. ഞാൻ പറയുന്നത് വിശ്വാസം ഉണ്ടെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിലേക്ക് ഓടിക്കയറിക്കോന്ന്. നോക്കിക്കേ. എന്നിട്ട് എന്ത് ചെയ്തോ, നികുതി ഒന്നും കൊടുക്കാതെ ഏതെങ്കിലും ഗവൺമെൻറ് സ്കൂളിൽ പോയി പഠിച്ചോ. നികുതി ഒന്നും കെട്ടാണ്ട് ഏതെങ്കിലും ഗവൺമെൻറ് സ്കൂളിൽ പോയി പഠിച്ചോ എന്ന് പറയുകയാണ്. ഇവിടുന്ന് രക്ഷപ്പെട്ടോളാം അല്ലേ. വിദ്യ സ്വാധീനോടാണ് പറഞ്ഞത്, ഇവിടുന്ന് രക്ഷപ്പെട്ടോ നീ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഭാഷയും സംസ്കാരവും നിനക്ക് ഓർമ്മ ഉണ്ടാവില്ല അല്ലേ. മനുക്കുട്ടി അടിച്ച് തകർത്ത് കളയും നിന്നല്ലേ. പിന്നെ ഭാഷ പോലും ഓർമ്മ ഇല്ലാണ്ടായി പോവും. എന്നിട്ട് നിന്നെ മൈനറാക്കി കളയുമെന്നാണ് പറയുന്നത് അല്ലേ. മൈനറാക്കി കളയും. അതുകൊണ്ട് വിട്ടോ എന്ന് പറയാണ് വിദ്യ അല്ലേ. അപ്പോൾ നമ്മളെന്താ കണ്ടത്, ഓർത്തോ, ഈ വേർഡുകളിലൂടെ ഒന്നും കൂടെ കണക്ട് ചെയ്ത് പൊയ്ക്കോ. സവിജോയുടെ തൊപ്പി സ്വാതി എടുത്ത് ഒരു കൂറ്റൻ ജീവിക്ക് കൊടുക്കുന്നത് കണ്ടു. അത് 21A ക്ലാസ്സിലെ വിദ്യ തടഞ്ഞിട്ട് പറഞ്ഞു, മനുക്കുട്ടി വരുന്നുണ്ട്. മനുക്കുട്ടി ആരാ വരുന്നത്, മനുക്കുട്ടി വരുന്നുണ്ട്. ഞാൻ പറയുന്നതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഓടി ഏതെങ്കിലും സ്ഥാപനത്തിൽ കയറിക്കോ അല്ലേ. എന്നിട്ട് നികുതി കൊടുക്കാണ്ട് വല്ല ഗവൺമെൻറ് സ്കൂളും പോയി പഠിക്ക്. എന്നിട്ടോ ഇല്ലെങ്കിൽ നിൻ്റെ ഭാഷ പോലും മറന്നു പോവും, നിന്നെ മൈനറാക്കി കളയും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലുള്ള കോഡ് വേർഡുകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി നോക്കാം. എന്നിട്ട് എന്തൊക്കെയാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളത് ഒന്ന് നോക്കാം. ഇത് എൻ്റെ കഥയാണ്, എന്നാലും വിഷ്വലൈസ് ചെയ്തൊരു 2-3 വട്ടം കണ്ടാൽ നിങ്ങൾക്ക് ഈ കോഡ് ഇങ്ങനെ വിഷ്വലും മൈൻഡിലേക്ക് കയറിക്കോളും. കാരണം ഇത് ഒരുപാട് ആർട്ടിക്കിളുകൾ ഒരുമിച്ച് വെച്ച ഒരു ഭാഗമാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൊത്തം ഈ ഒരു കഥയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ 14 ആർട്ടിക്കിൾ അനുച്ഛേദം 14 മുതൽ 30 വരെയുള്ള എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഉൾക്കൊള്ളിച്ചതാണ്. അതുകൊണ്ടാണ് കഥ ഇത്ര നീണ്ടുപോയത്. അപ്പോൾ നമുക്ക് നോക്കാം. 14 വയസ്സുള്ള സവിജോ എന്ന് പറഞ്ഞത് നമ്മൾ 14 നിന്നാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 12 മുതൽ 35 വരെയാണ് ആ പാർട്ട്. പക്ഷേ
മൗലിക അവകാശം സ്റ്റാർട്ട് ചെയ്യുന്നത് 14-ലാണ്. സവിജോ എന്ന് പറയുന്നത് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. 14 സ്റ്റാർട്ട് ചെയ്യുന്നു. 14 സമത്വമാണ്. വിവേചനം ഒഴിവാക്കുക അല്ലേ, ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. വിവേചനം ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ജോ പറയുന്നത് ജോലിയിൽ തുല്യ അവസരം കൊടുക്കണം എന്നുള്ളത് പറയുന്നുണ്ട് അല്ലേ. 14, 15, 16-ലാണ് പറയുന്നത് എന്ത്, ജോലിയിൽ തുല്യ അവസരം കൊടുക്കണം എന്നുള്ളത്. പബ്ലിക് എംപ്ലോയ്മെൻറ്റിൽ എല്ലാവർക്കും തുല്യ അവസരമായിരിക്കണം, സമത്വം ഉണ്ടാവണം എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ജോ സമത്വം, വിവേചനം ഇല്ലായ്മ, പിന്നെ ജോലിയിൽ തുല്യ അവസരം. അടുത്തത് തൊപ്പിയാണ് അല്ലേ. സവിജോയ്ക്ക് തൊപ്പിയാണുള്ളത്. അതായത് പറയുന്നത് 17-ആണ്. 17 തൊട്ടുകൂടായ്മ നിരോധിച്ച ആർട്ടിക്കിളാണ് 17. പി എന്നുള്ളത് നിങ്ങൾ പദവി എന്നാലോചിക്കണം. പദവിയും ബഹുമതികളും നിർത്തലാക്കിയതാണ് 18-ൽ. പദവിയും ബഹുമതികളും നിർത്തലാക്കിയത് 18-ലാണ്. അങ്ങനെ നമ്മൾ സവിജോടെ തൊപ്പിയെത്തി. പിന്നെ സ്വാതി, അടുത്ത ആളെ പേര് പറഞ്ഞത് നമ്മൾ സ്വാതിയാണ്. സ്വാതി എന്ന് പറയുന്നത് 19-ലുള്ള 6 സ്വാതന്ത്ര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. സ്വാതന്ത്ര്യമാണ് കേട്ടോ. 19 ആർട്ടിക്കിളിലെ 6 സ്വാതന്ത്ര്യങ്ങളാണ് സ്വാതി. അപ്പോൾ സവിജോടെ തൊപ്പി സ്വാതി എടുത്ത്. കൂറ്റൻ ജീവി എന്നാലോചിക്കൂ. കൂറ്റൻ ജീവി നമ്മൾ കണ്ടതാണ്, കൂറ്റൻ ജീവി. അപ്പോൾ അതിൽ 20ഉം 21ഉമാണ് പറയുന്നത്. 20-ൽ കുറ്റം ചെയ്ത ആളുകൾക്കുള്ള ചില സംരക്ഷണം സംബന്ധിച്ച ആർട്ടിക്കിളാണ് 20-ൽ പറയുന്നത്. ഇത് എന്താണ് എന്നുള്ളത് വിശദീകരിച്ച് വേറെ ക്ലാസ് തരാം കേട്ടോ. ഇത് ഈ കോഡ് മാത്രം നിങ്ങൾ, അതായത് മൗലികാവകാശങ്ങൾ മാത്രം നിങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ 20-ൽ കുറ്റം ചെയ്തവർക്കുള്ള ചില സംരക്ഷണം സംബന്ധിച്ച അനുച്ഛേദം. അപ്പോൾ കുറ്റം ചെയ്തവർക്കുള്ളത് കേട്ടോ. കൂറ്റൻ ജീവി എന്ന് പറയുന്നത് ജീവിക്കാനുള്ള റൈറ്റ്സാണ് 21-ലുള്ളത്. ഓക്കെ, ജീവിക്കാനുള്ള റൈറ്റ്സ് 21-ലാണ് ഉള്ളത്. അപ്പോൾ അവിടെ ചെറിയൊരു അമെൻമെൻറ്റ്സ് നടത്തിയ സമയത്ത് 21A എന്നത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 21A ക്ലാസ്സിലെ വിദ്യ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 21A ക്ലാസ്സിലെ വിദ്യ എന്ന് പറഞ്ഞാൽ 21A പുതിയതായിട്ട് കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളായിരുന്നു. അത് വിദ്യാഭ്യാസം സംബന്ധിച്ച ആർട്ടിക്കിളാണ് അല്ലേ. വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയിട്ടുള്ള ആർട്ടിക്കിളാണ് 21A വിദ്യാഭ്യാസം. അടുത്തത് എന്താ പറയുന്നത്, 21A ക്ലാസ്സിലെ വിദ്യ തടഞ്ഞു എന്നാണ് പറയുന്നത് അല്ലേ. തടഞ്ഞു എന്ന് പറഞ്ഞാൽ തടങ്കൽ എന്നാലോചിക്കുക. അതായത് ആർബിട്രറി ആയിട്ടുള്ള അറസ്റ്റിനും തടങ്കലിൽ വെക്കുന്നതിനുള്ള എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സംരക്ഷണം കൊടുക്കുന്ന ആർട്ടിക്കിളാണ്, അനുച്ഛേദമാണ് 22. 22 വരെ നമ്മൾ കഴിഞ്ഞേ. തടഞ്ഞുകൊണ്ട് അവൾ എന്താ പറഞ്ഞതെന്താണ്, മനുക്കുട്ടി വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ. മനുക്കുട്ടി 23, 24 എക്സ്പ്ലോയിറ്റേഷനെതിരെയുള്ള 2 ആർട്ടിക്കിൾ അല്ലേ. 23, 24. 23 പറയുന്നത് മനുഷ്യക്കടത്തും ഫോഴ്സ്ഡ് ലേബറും, നിർബന്ധിച്ചുള്ള വേലയും തടയുന്നത്, ജോലിയും തടയുന്നതാണ് 23. മനുഷ്യക്കടത്തും നിർബന്ധിത ജോലിയും തടയുന്നത് ഉള്ള ഒരു അനുച്ഛേദം 23. 24 കുട്ടി എന്നാ പറയുന്നത്, മനു കുട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടി എന്ന് പറഞ്ഞാൽ ബാലവേല എന്ന് ഓർക്കുക. കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്, തടയുന്നത് അല്ലേ. ബാലവേല തടയുന്ന ആർട്ടിക്കിളാണ് 24. അപ്പോൾ ഓർക്കൂ, സവിജോ, തൊപ്പി, സ്വാതി, കൂറ്റൻ ജീവിക്ക് കൊടുത്തു. 21A ക്ലാസ്സിലെ വിദ്യ തടഞ്ഞു. എന്നിട്ടെന്താ പറഞ്ഞത്, മനുക്കുട്ടി. ഇത്ര വരെ എത്തിയില്ലേ, മനുക്കുട്ടി. അപ്പോൾ വിശ്വാസമുണ്ടേൽ എന്നാണ് അടുത്തത് പറയുന്നത്. അടുത്തത് ഒരു 4 റൈറ്റ്സ് എന്ന് പറയുന്നത് റിലീജിയസ് ആയിട്ടുള്ള റൈറ്റ്സ്. വിശ്വാസം ഉണ്ടേൽ സ്ഥാപനത്തിൽ ഓടിക്കേറിക്കോ എന്നാ പറയുന്നത്. വിശ്വാസം, അതായത് ഏത് റിലീജിയനിലും വിശ്വസിക്കാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട്. അത് 25 മുതൽ 28 വരെയാണ് റിലീജിയൻ റൈറ്റ്സുകളൊക്കെ പറയുന്നത്. 25 പറയുന്നത് മതത്തിൽ വിശ്വസിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. പിന്നെ 26-ൽ സ്ഥാപനം എന്ന് പറയുന്നത് 26-ആണ്. 26-ൽ പറയുന്നത് മതപരമായ സ്ഥാപനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള, അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുമുള്ള റൈറ്റ്സ്
അവകാശം നമുക്കുണ്ട് എന്നുള്ളതാണ് 26 പറയുന്നത്. ഓക്കെ, അടുത്തത് 27 നിർബന്ധിതമായിട്ട് മതത്തിൻ്റെ പേരിൽ നികുതി കൊടുക്കുന്നത്, അങ്ങനെ നികുതി കൊടുക്കണം എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്ന റൈറ്റ്സാണ് 27 ഉള്ളത്. 28 ഗവൺമെൻറ് സ്കൂളുകളിൽ അതിന് കുറേ ക്രൈറ്റീരിയ ഒക്കെ പറയുന്നുണ്ട്. അതിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ മതപരമായ ചടങ്ങുകൾ നടത്താൻ പാടില്ല എന്ന് പറയുന്നതാണ് 28. അപ്പോൾ 25-28 4 റിലീജിയൻ റൈറ്റുകൾ എന്തൊക്കെയാണ്? 25 വിശ്വസിക്കാനുള്ള, ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള റൈറ്റ്സ്, 26 സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള റൈറ്റ്സ്, 27 നികുതി കൊടുക്കാൻ നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറയുന്നത്, 28 പറയുന്നത് എന്താ? ഗവൺമെൻറ് സ്കൂളുകളിൽ മതപരമായ ചടങ്ങുകൾ നടത്തരുത് എന്നുള്ളതാണ്. ആ ഗവൺമെൻറ് സ്കൂൾ എന്നുള്ളത് അതിന് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നോക്കാം. ഇത് ഇങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. 28. അടുത്തത് എന്താ? ഇല്ലെങ്കിൽ 2 കാര്യങ്ങളാണ് നടക്കുക. എന്താ നടക്കുക? ഭാഷയും സംസ്കാരമൊന്നും ഓർമ്മയില്ലാത്ത രീതിയിലാക്കി കളയുമെന്നാണ് പറയുന്നത് അല്ലേ, എന്നിട്ട് മൈനറാക്കി കളയുന്നു. അപ്പോൾ ഭാഷാപരമായ സാംസ്കാരികപരമായ അവകാശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് 29 പറയുന്നത്. 30 പറയുന്നത് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങാനുള്ള, ന്യൂനപക്ഷ സ്ഥാപനം തുടങ്ങാനുള്ള അവകാശവും നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് 30 പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് 14 മുതൽ 30 വരെയുള്ളത്. അപ്പം ഞാൻ ഈ രീതിയിൽ തന്നെയാണ് പഠിച്ചത്. അപ്പം നിങ്ങൾക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. ഒരുപാട് ആർട്ടിക്കിളുകൾ ഒരുമിച്ചുള്ളത് കൊണ്ടാണ് ഇത്രയും വലിച്ചു നീട്ടിയൊരു സ്റ്റോറി ചെയ്യേണ്ടി വന്നത്. ഇതിങ്ങനെയൊരു ചെറിയ കോഡിലൂടെയൊക്കെയാണ് ഞാനും ഇന്ന് ഇത് ഓർത്ത് വെക്കുന്നത്. അല്ലാതെ പഠിച്ചെടുക്കാൻ പറ്റുന്നവർ, ഓർമ്മയുള്ളവർ അങ്ങനെ തന്നെ പോയിക്കോട്ടെ കേട്ടോ. ഇനി എങ്ങനെയാലും പഠിച്ചാൽ മതി. അപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു കോഡ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ നോക്കാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഓരോ റൈറ്റ്സിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം കേട്ടോ. അതുവരെ താങ്ക് യു, ബൈ.